എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചെർപ്പശ്ശേരിക്കടുത്തുള്ള പാതിരികുന്നത്തുമനയിലോട്ടാണ്. പഴമയും വിശ്വാസവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്തിന് കേരളത്തിലെ നാഗാരാധന പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. പാതിരികുന്നത്തുമനയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഇവിടുത്തെ പ്രസിദ്ധമായ നാഗാരാധനയും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമാണ്. ഐതിഹ്യമനുസരിച്ച് പണ്ട് കാലത്ത് പാതിരികുന്നത്തുമനയിലെ ഒരു ദമ്പതികൾക്ക് ഏറെക്കാലമായിട്ടും സന്താനഭാഗ്യം ലഭിച്ചിരുന്നില്ല. ഇതിൽ വിഷമിച്ച അവർ കുടുംബദേവനായ ധർമ്മശാസ്താവിനോട് പ്രാർത്ഥിച്ചു. തുടർന്ന് തൃശ്ശൂർ വടക്കുനാഥനെ ഭജിക്കണമെന്നുള്ള നിർദ്ദേശം ലഭിക്കുകയും അവർ ഭക്തിയോടെ കുടുംബനാഥനെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ വടക്കുനാഥന്റെ അനുഗ്രഹത്താൽ പിന്നീട് അവർക്ക് ആൺകുഞ്ഞു ജനിച്ചു. എന്നാൽ കുഞ്ഞിനോടൊപ്പം ഒരു നാഗവും ജനിച്ചു എന്നാണ് ഐതിഹ്യം. കുഞ്ഞും നാഗവും ഒരുമിച്ച് വളർന്നു. നാഗം എപ്പോഴും ആ കുഞ്ഞിന്റെ കൂടെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ മനയിലെത്തുന്ന ബന്ധുക്കളെയും മറ്റുള്ളവരെയും നാഗത്തെ കണ്ട് ഭയപ്പെടാൻ തുടങ്ങി. ആളുകൾ മനയിലേക്ക് വരാതാകുമോ എന്ന ആശങ്കയിൽ അങ്ങനെ വിഷമിച്ച അമ്മ നാഗത്തോട് തന്റെ സങ്കടം പറഞ്ഞു. അപ്പോൾ നാഗം ഇനി എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടില്ല എന്നും തന്നെ വിശ്വസിച്ച് വിളിക്കുന്നവർക്ക് അനുഗ്രഹം നൽകാമെന്നും പറഞ്ഞു. തുടർന്ന് മനയുടെ വടക്കിനിയിലെ ഒരു ശിലയിൽ നാഗം അന്തർധാനം ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് പാതിരികുന്നത്തുമനയിലേക്ക് നാഗാരാധന തുടങ്ങുന്നതിനെ കുറിച്ച് വിശ്വാസം. ഇന്ന് നിരവധി ഭക്തർ ഇവിടെ എത്തുന്നത് നാഗദേവതകളുടെ അനുഗ്രഹത്തിനും കുടുംബക്ഷേമത്തിനും വേണ്ടിയാണ്. ചരിത്രവും വിശ്വാസവും ഐതിഹ്യവും അനുസരിച്ച് ചേരുന്ന ഈ മനയുടെ അന്തരീക്ഷം ശരിക്കും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ഐതിഹ്യം അറിയാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളും ഐതിഹ്യങ്ങളും വീഡിയോകൾക്കായി നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ബൈ.